അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ട്രേഡ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചതും നമ്മുടെ ട്രേഡ് ചർച്ചയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ട്രംപിന് അറിയാം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം അറ്റുപോകുന്നതായിരിക്കരുത്. അതായത് നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എല്ലാ കാലത്തും ഇന്ത്യയോട് വളരെ ചേർന്ന് നിന്ന് വളരെയധികം വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ, അത് കാരണം കൊണ്ട് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമാണ് അമേരിക്ക. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക. എന്നിട്ട് പോലും ഇന്ത്യ എന്തുകൊണ്ട് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ളതായിരുന്നു ട്രംപ് വാളെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷെ അതിന്റെ റീസൺ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു കാണും നമ്മുടെ ഡിപ്ലോമാറ്റ്സ്. അതായത് ഇന്ത്യ 48% ഇന്ത്യക്കാര് കൃഷിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അവരുടെ ജീവനോപാധി, ഉപജീവന മാർഗമാണ് കൃഷി. 48% എന്ന് പറയുന്നത് ചെറിയൊരു പോപ്പുലേഷന്റെ അല്ല. 146 കോടി 39 ലക്ഷം വരുന്ന ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യ. ആ ഒന്നാമത്തെ ജനസംഖ്യ രാഷ്ട്രത്തിന്റെ 48% കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ ജനരോഷം ഉണ്ടാക്കും, അത് ഇവിടുത്തെ കൃഷിയെ നശിപ്പിക്കും. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ, അതുപോലെ പാൽ ഉൽപാദനം, അവരുടെ ഡയറി പ്രോഡക്ട്സും ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇറക്കുമതി ചെയ്യണം എന്നാണ് ട്രംപിന്റെ ആഗ്രഹം. അത് ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ഡംപ് ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഡംപ് ചെയ്യുക എന്ന് വെച്ചാൽ അവിടുത്തെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇന്ത്യൻ വിപണി പിടിച്ചെടുക്കുക. അങ്ങനെ ഇന്ത്യൻ വിപണി പിടിച്ചെടുക്കുകയായിരുന്നു ട്രംപിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിനനുസരിച്ചല്ല ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്ന് വന്ന ഒരവസ്ഥയിലാണ് ട്രംപ് വലിയ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് 25% തീരുവ, അതിന്റെ 100% എന്താണ് പറയുക, പീനൽ ടാരിഫ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതും 50% താരിഫിൽ ഇപ്പൊ എത്തി നിൽക്കുന്നതും. അതുപോലെ തന്നെ പിന്നെ റഷ്യയിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ നിർത്തണം എന്നൊക്കെയുള്ള ഡിമാൻഡ് വെച്ചു. അതൊന്നും നടപ്പാക്കാവുന്ന ഡിമാൻഡ്സ് അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അതേ സമയത്ത് ട്രംപുമായിട്ട് അനുകൂലമായിട്ട്, അതായത് ട്രംപുമായിട്ടുള്ള ചർച്ച കൂടുതൽ സൗഹൃദ പൂർണ്ണമാക്കാൻ വേണ്ടിയാണ് നമ്മൾ GST റീസ്ട്രക്ചറിങ് കൊണ്ടുവന്നത്. അങ്ങനെ റീസ്ട്രക്ചറിങ് കൊണ്ടുവന്നപ്പോൾ തന്നെ ട്രംപ് ചുമത്തിയ ആ 50% ചുങ്കത്തിന്റെ 10%, 28% നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെയൊക്കെ 18% കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെന്റ് 10% ടാക്സ് സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്, കുറച്ചു കൊടുക്കുകയാണ് എക്സ്പോർട്ടേഴ്സിന്. പിന്നെ ഈ 18% നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ 5% കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ 13% നികുതിയും ഏറ്റെടുക്കുകയാണ് ചെയ്തത്, വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പം ട്രംപിന്റെ ആ തീരുവയെ പോലും വഹിക്കത്തക്ക രീതിയിൽ, അതായത് നമ്മുടെ എക്സ്പോർട്ടേഴ്സിനെ എംപവർ ചെയ്യാനുള്ള ഒരു മാന്ത്രിക വടിയായിട്ടാണ് ആ GST റീസ്ട്രക്ചറിങ്ങിനെ നിർമ്മല സീതാരാമൻ കണ്ടത്. അപ്പൊ ആ തരത്തില് കൊണ്ടുവന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ട്രംപിന്റെ ഉപദേശകർ അതിന്റെ കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് തന്നെ അതുപോലെയുള്ള നല്ല ഡിപ്ലോമാറ്റിക് ചർച്ചകള്, ട്രേഡ് വാർ നിർത്തലാക്കത്തക്ക രീതിയിലുള്ള നല്ല ഒരു തീരുമാനത്തിലേക്ക്, സൗഹൃദമായിട്ടുള്ള ട്രേഡ് നയങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള സംഭാഷണത്തിന് വേണ്ടി അവിടെ നിന്നുള്ള റെപ്രസെന്റേറ്റീവും നമ്മുടെ ട്രേഡ് റെപ്രസെന്റേറ്റീവുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട്, അതായത് ഈ ഫെഡറൽ റിസർവിന്റെ 0.25% നിരക്ക് കുറച്ചത് നമ്മുടെ ട്രേഡ് എഗ്രിമെന്റിനേക്ക് സഹായിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് തന്നെ വരും നമ്മുടെ ഈ പറയപ്പെട്ട GST റീസ്ട്രക്ചറിങ്. അങ്ങനെ അവിടെ നിന്നുള്ള ഒരു കാറ്റലിസ്റ്റും ഇവിടെ നിന്നുള്ള ഒരു കാറ്റലിസ്റ്റും കൂടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ഒരു സമവായത്തിലെത്തും ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.